ലോകത്തിലെ ഏറ്റവും വലിയ ബില്യനേഴ്സ് റിച്ച് ആവാൻ വേണ്ടി യൂസ് ചെയ്തൊരു മെത്തേഡാണ് ദ ഹൈക്കേഴ്സ് ലോ. നിങ്ങളൊരു വലിയ മല കയറുകയാണെന്ന് വിചാരിക്കുക. ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ എവിടെയും ഇല്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സീനറി കാണണം എന്നൊരൊറ്റ ചിന്ത വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ഈ മല കയറുന്നതെങ്കിൽ പാതി വഴി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് വയ്യാതെയാവും. വയ്യാതെ ഇവിടെ ഇരിക്കുകയാണ്. അതേസമയം ഒരു ഹൈക്കറിനെ പോലെ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ആസ്വദിക്കണം എന്ന മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ടോപ്പിൽ നിങ്ങൾ ഈസി ആയിട്ട് എത്തുകയും ചെയ്യും. വന്ന വഴിയിൽ ഉണ്ടായിരുന്ന എല്ലാ കാഴ്ചകളും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ മാർക്ക് സക്കർബർഗോ എലൻ മസ്കോ ഒക്കെ ബില്യനേഴ്സ് ആയത് പൈസയുടെ പിന്നാലെ പോയതുകൊണ്ടല്ല. അവർക്ക് ജെന്യൂൻലി ഇഷ്ടമുള്ള ക്യൂരിയോസിറ്റി ഉള്ള ഒരു പാതയിലേക്ക് പോയപ്പോ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ആയിട്ട് വന്നത് മാത്രമാണ് പൈസ എന്ന് പറയുന്നത്. ഒരു രൂപ പോലും കിട്ടിയില്ലെങ്കിലും എത്ര ഹാർഡ് വർക്ക് വേണമെങ്കിലും ആസ്വദിച്ച് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു കാര്യം എന്താണോ അതായിരിക്കണം നിങ്ങളുടെ കരിയർ. ഫോക്കസ് ഓൺ ദി ജേർണി, നോട്ട് ദി ഡെസ്റ്റിനേഷൻ. പൈസ വേണമെന്നുണ്ടെങ്കിൽ പൈസയുടെ പിന്നാലെ പോവാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ട്രിക്ക്.